ഡെവലപ്മെൻറ്റ് ബയോളജിയിൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന മോഡ്യൂളിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് നോക്കാം. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഓർ IVF ഈസ് എ പ്രോസസ് ബൈ വിച്ച് ആൻ എഗ് ഈസ് ഫെർട്ടിലൈസ്ഡ് ബൈ സ്പേം ഔട്ട്സൈഡ് ദ ബോഡി ഇൻ വിട്രോ. ഒരു സ്ത്രീയുടെ ശരീരത്ത് പുറത്തു വെച്ച് എഗ്ഗിനെ സ്പേമുമായി ഫെർട്ടിലൈസ് ചെയ്തതിന് ശേഷം ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുന്ന പ്രക്രിയയ്ക്കാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇവോൾഡ് ആസ് എ മേജർ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ ഫോർ ഇൻഫെർട്ടിലിറ്റി. കുഞ്ഞുങ്ങൾ ഇല്ലാത്ത ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. The term in vitro, from Latin meaning in glass, is used as early biological experiments involving cultivation of tissue outside living organisms were carried out in glass containers such as beakers, test tubes or petri dishes. ഗ്ലാസ് എന്ന അർത്ഥം വരുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഇൻവിട്രോ എന്ന വാക്ക് രൂപപ്പെട്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ബയോളജിക്കൽ എക്സ്പെരിമെൻറ്റുകളിൽ ഇത്തരം എഗ്ഗും സ്പേമും വെച്ച് ഫെർട്ടിലൈസേഷൻ നടത്തിയിരുന്നത് ഗ്ലാസ് കണ്ടെയ്നറുകളിലാണ്. പ്രധാനമായിട്ടും ടെസ്റ്റ് ട്യൂബുകളിൽ, ബീക്കറുകളിൽ, പെട്രി പ്ലേറ്റുകളിൽ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പരീക്ഷണം നടത്തി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ സാധാരണയായിട്ട് വിളിച്ചു പോരുന്നത് ടെസ്റ്റ് ട്യൂബ് ബേബികൾ എന്നാണ്. ഇനി അതിൻ്റെ ചരിത്രം നമുക്കൊന്ന് നോക്കാം. 1890 വാൾട്ടർ ഹെയ്പ് എന്ന ഫിസിഷ്യനാണ് റാബിറ്റിൻ്റെ എംബ്രിയോ ഒന്നിൽ നിന്നും വേർപെടുത്തിയെടുത്ത് ഫെർട്ടിലൈസേഷൻ നടത്തി മറ്റൊരു റാബിറ്റിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ട് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ സാധ്യമാക്കുന്നത്. അതിനുശേഷം 1959 MC ചാങ് എന്ന ഫിസിഷ്യൻ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു IVF റാബിറ്റിൽ നടത്തുകയുണ്ടായി. അതിനുശേഷം നമുക്ക് ചരിത്രത്തിലേക്ക് വരുന്നത് നമ്മൾക്ക് ഏവർക്കും സുപരിചിതയായ ലൂയിസ് ബ്രൗണിൻ്റെ ജന്മമാണ്. 1977 ലൂയിസ് ബ്രൗൺ IVFിലൂടെ രൂപപ്പെടുന്നത്. IVFിലൂടെ രൂപപ്പെട്ട ലൂയിസ് ബ്രൗണിൻ്റെ അന്നത്തെ പത്രത്തിൽ വന്ന ഒരു ചിത്രമാണിത്. 2014 IVFിൽ രൂപപ്പെട്ട ലൂയിസ് ബ്രൗണിൻ്റെ മറ്റൊരു ചിത്രം. ഇത് ലൂയിസ് ബ്രൗണിന് ജന്മം നൽകിയ ഡോക്ടർ സർ എഡ്വേർഡ് എന്ന് പറഞ്ഞ ഫിസിഷ്യൻ. ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് IVFുമായി ബന്ധപ്പെട്ട്. റോബർട്ട് എഡ്വേർഡ് വാസ് അവാർഡഡ് 2010 നോബൽ പ്രൈസ് ഇൻ ഫിസിയോളജി ഓർ മെഡിസിൻ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ഇങ്ങനെ 1977 ലൂയിസ് ബ്രൗണിന് ജന്മം നൽകിയ സർ റോബർട്ട് എഡ്വേർഡിന് 2010 ഫിസിയോളജിക്കും മെഡിസിനും നോബൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി. എന്നാൽ കാൾ വുഡ് എന്ന ഓസ്ട്രേലിയൻ ഫിസിഷ്യനെയാണ് IVFിൻ്റെ ഫാദറായിട്ട് കണക്കാക്കുന്നത്. അദ്ദേഹത്തിനെ അങ്ങനെ കണക്കാക്കാൻ കാര്യം ഫ്രോസൺ എംബ്രിയോസിൽ ആദ്യമായി ഫ്രോസൺ എംബ്രിയോകളിൽ പഠനം നടത്തുകയും എംബ്രിയോകൾ സൂക്ഷിക്കാൻ ഉള്ള ഫ്രോസൺ കണ്ടീഷൻ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാൾ വുഡ് എന്ന ഓസ്ട്രേലിയൻ ഫിസിഷ്യനെ IVFിൻ്റെ ഫാദറായിട്ട് കണക്കാക്കുന്നത്. ഇനി നമ്മളുടെ ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സുഭാഷ് മുഖോപാധ്യായ് എന്ന ഇന്ത്യൻ ഫിസിഷ്യനാണ് ആദ്യമായി ഇന്ത്യയിൽ IVFിലൂടെ ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ സഹായിക്കുന്നത്. 1978 ലണ്ടനിൽ ലൂയിസ് ബ്രൗൺ പിറന്നതിന് ശേഷം 67 ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യയിലെ ആദ്യത്തെ IVF അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ബേബിയായ ദുർഗ പിറവിയെടുക്കുകയുണ്ടായി. ദുർഗയുടെ ജന്മത്തിന് കാരണക്കാരനായ സുഭാഷ് മുഖോപാധ്യായ എന്ന ഫിസിഷ്യനെയാണ് ഇന്ത്യയുടെ IVFിൻ്റെ ഫാദറായിട്ട് കണക്കാക്കുന്നത്. ദുർഗയുടെ പൂർണ്ണമായ പേര് കാനുപ്രിയ അഗർവാൾ എന്നാണ്. ഇനി എങ്ങനെ ഉള്ള
ദമ്പതിമാർക്കാണ് IVF വേണ്ടി വരുന്നത്. IVFന് ഇടയാക്കുന്ന അല്ലെങ്കിൽ IVFിലേക്ക് എത്തിച്ചേരേണ്ടുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് ഏതൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക തുടങ്ങിയവയാണ് പേഷ്യൻ്റ് സെലക്ഷൻ എന്ന വിഭാഗത്തിൽ വരുന്നത്. IVF ഈസ് മോസ്റ്റ് ക്ലിയർലി ഇൻഡിക്കേറ്റഡ് വെൻ ഇൻഫെർട്ടിലിറ്റി റിസൾട്ട് ഫ്രം one or more causes having no other effective treatment. ഒന്നിലധികം കാരണങ്ങളാൽ മറ്റ് ട്രീറ്റ്മെൻറ്റുകൾ നടത്തി, IVF അല്ലാതെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടത്തി കുഞ്ഞുങ്ങൾ ജനിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പറ്റാത്ത ദമ്പതിമാരിലാണ് സാധാരണയായി IVF എന്ന ട്രീറ്റ്മെൻറ്റ് നടത്തുക. അത് മെയിൽ ഫാക്ടറുണ്ട്, ഫീമെയിൽ ഫാക്ടറുണ്ട്. ഫീമെയിൽ ഫാക്ടറിൽ പ്രധാനമായിട്ടും വരുന്നത് ബ്ലോക്കേജ്, ഓവേറിയൻ സിസ്റ്റ്. മെയിൽ ഫാക്ടറിൽ വരുമ്പോഴേക്കും സ്പെർമിൻ്റെ എണ്ണം കുറവ്, അതിൻ്റെ മോർട്ടിലിറ്റി കുറവ്. പിന്നെ എണ്ണം കുറവായ കണ്ടീഷനെ ഒളിഗോസൂസ്പേമിയ എന്ന് പറയുന്നു. മോർട്ടിലിറ്റി കുറവായിട്ടുള്ള കണ്ടീഷനെ എത്തനോസൂസ്പേമിയ തുടങ്ങിയ അവസ്ഥകളിലൂടെ വരുന്ന പേഷ്യൻറ്റുകൾക്കാണ് IVF എന്ന ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടതായിട്ട് വരുന്നത്. നമുക്കത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ട്യൂബൽ ഡിസീസ് എന്ന് പറഞ്ഞ സാഹചര്യമാണ്. ഇൻ വുമൺ വിത്ത് ബ്ലോക്ക്ഡ് ഫലോപ്പിയൻ ട്യൂബ്, IVF ഹാസ് ലാർജ്ലി റീപ്ലേസ്ഡ് സർജറി ആസ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ്. വളരെ കോമൺ അല്ലാത്ത ട്യൂബൽ ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷൻ, അതായത് ഫലോപ്പിയൻ ട്യൂബിന് ബ്ലോക്ക് ഉണ്ടാവുന്ന അവസ്ഥയ്ക്കാണ് ട്യൂബൽ ഡിസീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അതായത് ഓവറിയിൽ നിന്നും ഓവം രൂപപ്പെട്ട് ഫലോപ്പിയൻ ട്യൂബിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷമാണ് യൂട്രൈൻ വാളിലേക്ക് ഇംപ്ലാന്റ് ചെയ്യപ്പെടുക. അപ്പോൾ ഇങ്ങനെ ഓവേറിയൻ ട്യൂബ് ഫോളിക്കിളിൽ രൂപപ്പെടുന്ന ഓവറികൾ അവിടെ നിന്നും രൂപപ്പെട്ട് ഫലോപ്പിയൻ ട്യൂബിലൂടെ കടന്നു വരുന്ന ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന കണ്ടീഷനെയാണ് ട്യൂബൽ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പം സർജറി വഴി ഇത്തരം ബ്ലോക്ക് റിമൂവ് ചെയ്ത് IVF ഒഴിവാക്കാം. അല്ലെങ്കിൽ പലപ്പോഴും സർജറിയിലൂടെ ഫലോപ്പിയൻ ട്യൂബുകൾ പലപ്പോഴും മുറിച്ച് കളയേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായാൽ IVF എന്ന ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയാണ് കുട്ടികൾ ഉണ്ടാകാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാരണം ട്യൂബൽ ഡിസീസ് എന്ന് പറയുന്ന സാഹചര്യമാണ്. അടുത്തത് നോക്കാം. രണ്ടാമത്തത് ഓവുലേറ്ററി ഡിസ്ഫങ്ഷൻ ഇൻ പേഷ്യൻസ് വിത്ത് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ആൻഡ് അതർ ഓവുലേറ്ററി പ്രോബ്ലംസ്. സാധാരണഗതിയിൽ ഓവുലേഷൻ നടക്കാത്ത സ്ത്രീകളിലും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഓവേറിയൻ സിസ്റ്റ് എന്ന് പറയുന്നത്, അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിസ്റ്റ് എന്നാണ് അതിന് പറയുക. PCOS എന്നാണ് അതിൻ്റെ പേര്. ഓവറിയിൽ സിസ്റ്റുകൾ രൂപപ്പെടുകയും ഓവം ഉണ്ടാകുന്ന പ്രവർത്തനം തടസ്സപ്പെടുകയും അങ്ങനെ ഓവുലേഷനിൽ പ്രോസസ് സ്വാഭാവികമായിട്ട് നടക്കാതെ വരികയും ഉള്ള കണ്ടീഷനിലാണ് IVF എന്ന ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. ഇത് സാധാരണയായിട്ട് ഓവേറിയൻ സിസ്റ്റ് 30 വയസ്സിൻ്റെ മുകളിലേക്കുള്ള സ്ത്രീകളിലാണ് ഓവേറിയൻ സിസ്റ്റ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ലേറ്റ് മാരീഡ് ആയിട്ടുള്ള സ്ത്രീകൾക്കോ അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞതിന് ശേഷം ദീർഘനാൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത ദമ്പതികളിൽ ഇത്തരം പരിശോധനകളിലൂടെ നമുക്ക് ഓവേറിയൻ സിസ്റ്റിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കും. അടുത്തത് ഏജ് റിലേറ്റഡ് ഇൻഫെർട്ടിലിറ്റിയാണ്. അതായത് ഇൻ നോർമൽ റീപ്രൊഡക്റ്റീവ് ലൈഫ് എ വുമൺസ് ഓവേറിയൻ ഫങ്ഷൻ ഈസ് ഡിമിനിഷ്ഡ് വിത്ത് ഏജ്. സാധാരണഗതിയിൽ മെൻസ്ട്രേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഓവുലേറ്ററി പീരീഡ് ഒരു 30 വയസ്സ് വരെ വളരെ സ്വാഭാവികമായിട്ട് തുടർന്നു പോവുകയും പതുക്കെ ഓവുലേഷൻ അല്ലെങ്കിൽ മെൻസ്ട്രൽ പീരീഡിന് താളം തെറ്റുകയും ചെയ്യുന്നു. അപ്പോൾ ഓവറിയുടെ ഫങ്ഷൻ ഏജിനനുസരിച്ച് ഡിമിനിഷ് ചെയ്യുന്നു അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഇവിടെ IVF എന്ന ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ ഇടയാക്കുന്നത്. ഇൻ മെനി കേസസ് ദിസ് റെഡ്യൂസ്ഡ് ഫങ്ഷൻ ക്യാൻ ബി ഓവർകം ത്രൂ ദ യൂസ് ഓഫ് IVF. അതായത് 50 വയസ്സിന് മുകളിൽ മെനോപോസ് കണ്ടീഷൻ കഴിഞ്ഞ സ്ത്രീകൾക്ക് പോലും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ജന്മം കൊടുത്ത സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരം IVF എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റിലൂടെ ആണ്. അടുത്ത നോക്കാം, എൻഡോമെട്രിയോസിസ്. എൻഡോമെട്രിയോസിസ് എന്നത് പേഷ്യൻസ് വിത്ത് എൻഡോമെട്രിയോസിസ് എ ഡിസോർഡർ
in which tissue that normally lines the uterus grows outside uterus. സാധാരണയായിട്ട് യൂട്രൈൻ വാളിനെ പൊതിഞ്ഞുകൊണ്ടുവരുന്ന രൂപപ്പെടുന്ന യൂട്രൈൻ ടിഷ്യൂ യൂട്രസിന് പുറത്തേക്ക് വളർന്ന് വ്യാപിക്കുന്ന കണ്ടീഷനെയാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന അസുഖമല്ല, അവിടെ ഒരു കണ്ടീഷനാണ്. കണ്ടീഷൻ ഉള്ള പേഷ്യൻസിന് IVF എന്ന ട്രീറ്റ്മെൻറ്റ് നടത്താറുണ്ട്. അതുപോലെ ഓഫൺ ഹാവ് ട്യൂബൽ ഇൻവോൾവ്മെൻറ്റ് ആൻഡ് ഒവേറിയൻ സിസ്റ്റ്. ഓവറിയിൽ സിസ്റ്റ് രൂപപ്പെടുന്ന കണ്ടീഷനിലും ട്യൂബൽ ഇൻവോൾവ്മെൻ്റ് എന്നാണ് പറയുക. കാരണം ഫലോപ്പിയൻ ട്യൂബിനുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്ത് സിസ്റ്റ് രൂപപ്പെടുകയും ഫലോപ്പിയൻ ട്യൂബിന് ബ്ലോക്ക് ഉണ്ടായി നോർമൽ ഓവുലേഷൻ പ്രോസസ്സ് തടസ്സപ്പെടുകയും ചെയ്യുന്ന സ്ത്രീകളിലാണ് IVF എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്നത്. അപ്പം എൻഡോമെട്രിയോസിസ് പ്രധാനമായിട്ടും IVF വേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പലപ്പോഴും നയിക്കുക. മറ്റൊരു കണ്ടീഷൻ നോക്കുക, പ്രീ ഇംപ്ലാന്റേഷൻ ജെനറ്റിക് ടെസ്റ്റിംഗ്. അതായത് IVF വേണ്ടി വരുന്ന ആൾക്കാരിൽ IVF എന്തുകൊണ്ട് വേണം എന്ന് മുൻകൂട്ടി ടെസ്റ്റ് നടത്തി നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിനെയാണ് പ്രീ ഇംപ്ലാന്റേഷൻ ജെനറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ജെനറ്റിക് ടെസ്റ്റിംഗ് ഓൺ പ്രീ ഇംപ്ലാന്റേഷൻ എംബ്രിയോസ് മേ ബി ഇൻഡിക്കേറ്റഡ് ഫോർ പേഷ്യൻസ് ഹു ആർ അറ്റ് റിസ്ക് ഓഫ് ജെനറ്റിക് ഡിസോർഡേഴ്സ് സച്ച് ആസ് സിസ്റ്റിക് ഫൈബ്രോസിസ് ആൻഡ് തലസീമിയ. പ്രധാനമായിട്ടും സിസ്റ്റിക് ഫൈബ്രോസിസ്, തലസീമിയ പോലെയുള്ള കണ്ടീഷൻ അസുഖങ്ങൾ അല്ലെങ്കിൽ ജെനറ്റിക് ആയിട്ട് ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് പലപ്പോഴും IVF സാധ്യമല്ല. IVF അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ IVFൻ്റെ പോസിബിലിറ്റി നോക്കാറുണ്ട്. ഇവിടെ നോക്കുക, സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒവേറിയൻ ഫോളിക്കിളിൽ സിസ്റ്റ് ഉണ്ടാകുന്നത് ഒരു 30 വയസ്സിന് ശേഷമാണെന്നുണ്ടെങ്കിൽ, അതിന് 30 വയസ്സിന് താഴെ പ്രഗ്നൻസി നോർമലായിട്ട് സംഭവിച്ചാൽ പിന്നീട് സിസ്റ്റ് രൂപപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റുകൾക്ക് പകരമായിട്ട് യൂട്രൈൻ വാളുകളിൽ സിസ്റ്റ് രൂപപ്പെടുന്ന കണ്ടീഷനെയാണ് നമ്മൾ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റിക് ഫൈബ്രോസിസ് പലപ്പോഴും ജെനറ്റിക് ഡിസോർഡറാണ്. അപ്പോൾ അങ്ങനെ ഡിസോർഡർ ഉള്ള ആൾക്കാരിലും IVFൻ്റെ പോസിബിലിറ്റി നോക്കാറുണ്ട്. അതുപോലെ മറ്റൊരു കണ്ടീഷനാണ് താലസീമിയ എന്ന് പറഞ്ഞ അവസ്ഥ. താലസീമിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരം പേഷ്യൻസിൽ രക്തത്തിൽ ഓക്സിജൻ ക്യാരി ചെയ്യുന്ന ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ടുന്ന ഹീമോഗ്ലോബിൻ നിന്നും ഏറ്റവും താഴ്ന്ന അളവിൽ ഹീമോഗ്ലോബിൻ ഉള്ള കണ്ടീഷനെയാണ് താലസീമിയ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ആൾക്കാരിൽ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി രക്തത്തിന് കുറവായിരിക്കും. അപ്പം ഇങ്ങനെ ജെനറ്റിക് ഡിസോർഡർ ഉള്ള കണ്ടീഷനിൽ പലപ്പോഴും IVF പോസിബിൾ അല്ലാത്ത സാഹചര്യം ഉണ്ട്. പലപ്പോഴും നോർമൽ മെൻസ്ട്രൽ സൈക്കിൾ നടക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഓരോ മാസത്തെ 28 ദിവസത്തെ ഇടവേളകളിലും രക്തത്തിൻ്റെ ലോസ് ഉണ്ടാവുകയും ആ ബ്ലഡ് ലോസ് വീണ്ടും പരിഹരിക്കുകയും ചെയ്യുക. അപ്പോൾ ബ്ലഡ് ലോസ് ഉണ്ടാകുന്നതിനനുസരിച്ച് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയും. ഹീമോഗ്ലോബിൻ്റെ അളവ് ഒരു പരിധിയിൽ കൂടുതൽ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇല്ലാതാകുന്ന അവസ്ഥയ്ക്കാണ് ശരിക്കും തലസീമിയ എന്ന് പറയുന്നത്. അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഹോസ്പിറ്റലുകളൊക്കെ ഹീമോഗ്ലോബിൻ കുത്തിവെച്ച് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടുന്നത്. അപ്പോൾ കിതപ്പൊക്കെ ഉള്ള സ്ത്രീകളിൽ ഇത്തരം ഹീമോഗ്ലോബിൻ്റെ അളവ് ഉള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ തലസീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അത്തരം കണ്ടീഷനിലും പലപ്പോഴും IVFൻ്റെ പോസിബിലിറ്റി നോക്കാറുണ്ട്. ബിഫോർ ബിഗിനിങ് IVF, വുമൺ വിൽ ഫസ്റ്റ് അണ്ടർഗോ ഒവേറിയൻ റിസർവ് ടെസ്റ്റിംഗ്. IVF നടത്തുന്നതിന് മുൻപ് ഒവേറിയൻ റിസർവ് ടെസ്റ്റിംഗ് നടത്താറുണ്ട്. അതായത് ഓവറീസിൽ നിന്ന് എത്രത്തോളം ഓവം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ള ടെസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടാനുള്ള കപ്പാസിറ്റി എത്ര ഉണ്ടെന്ന് കൂടി പരിശോധിച്ചിട്ടാണ് IVFൻ്റെ സാധ്യത പരിശോധിക്കുന്നത്. ദിസ് ഇൻവോൾവ്സ് ടേക്കിംഗ് എ ബ്ലഡ് സാമ്പിൾ ആൻഡ് ടെസ്റ്റിംഗ് ഇറ്റ് ഫോർ ദ ലെവൽസ് ഓഫ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. സാധാരണയായിട്ട് IVF നടത്തേണ്ടുന്ന സാഹചര്യമാണോ ഉള്ളത് എന്ന് പരിശോധിക്കാനായിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് മതിയാകും. പലപ്പോഴും ബ്ലഡ് ടെസ്റ്റിൽ സാധാരണ ചെയ്യുന്നത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSHൻ്റെ സാന്നിധ്യം പരിശോധിച്ച് എത്രത്തോളം ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള, അതായത് ഓവം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഹോർമോൺ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് പരിശോധിച്ച് IVF നടത്തണോ വേണ്ടയോ എന്ന് ഒരു ഡോക്ടർക്ക് തീരുമാനിക്കാൻ കഴിയും. The result of this test will give your doctor information about size and quality of your eggs.
സാധാരണയായിട്ട് ഇത്തരം ബ്ലഡ് ടെസ്റ്റിലൂടെ ഒരു ഡോക്ടർക്ക് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എഗ്ഗിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ സൈസും ഒക്കെ പിന്നീട് പരിശോധിക്കാനായിട്ടുള്ള ഒരു പ്രൈമറി ടെസ്റ്റാണ് ഈ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ടെസ്റ്റിലൂടെ പിന്നീട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, എത്രത്തോളം ജനറ്റിക് ആയിട്ടുള്ള ലോസ് അല്ലെങ്കിൽ ജനറ്റിക് ഡിഫോർമാലിറ്റി ഒരു വ്യക്തിയിൽ ഏജ് അനുസരിച്ച് സംഭവിക്കാം എന്നുള്ള ടെസ്റ്റ് കൂടി IVF മുൻപ് നടത്താറുണ്ട്. അതിൻ്റെ ഒരു പോസിബിലിറ്റി നമുക്ക് നോക്കാം. അപ് ടു ഏജ് ഓഫ് 30 32% ജനറ്റിക് ഡിസോർഡർ, അതായത് കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ ജനറ്റിക് ഡിസോർഡർ ഉണ്ടാകാനുള്ള സാധ്യത 32%. 35 വയസ്സിലേക്ക് ഏജ് ഓഫ് 35 എത്തുമ്പോഴേക്കും 41% ഡിസോർഡർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏജ് ഓഫ് 40 65% ഓഫ് ഡിഫോർമാലിറ്റി. ഏജ് ഓഫ് 42 80% ഓഫ് ഡിഫോർമാലിറ്റി. അപ്പോൾ ഇങ്ങനെ പ്രായം കൂടുന്നതിനനുസരിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറഞ്ഞു വരികയും ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ തന്നെ അത്തരം കുഞ്ഞുങ്ങൾക്ക് രോഗം അല്ലെങ്കിൽ ജനിതകപരമായിട്ടുള്ള തകരാറുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഇത്തരം ഏജ് അനുസരിച്ച് കൂടുതലാണ്. ഇനി മെയിൽ ഫാക്ടർ, പുരുഷന്മാരിൽ IVF വേണ്ടുന്ന സാഹചര്യം ഏതൊക്കെയാണ് നോക്കാം. ഒന്ന് ഇൻഫെർട്ടിലിറ്റിയാണ്. പൂർണ്ണമായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പറ്റാത്ത പുരുഷന്മാരിൽ IVF എന്ന് പറയുന്ന പോസിബിലിറ്റി പരിശോധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഒന്നുകിൽ സൂസ്പെർമിയ ആകാം, രണ്ടാമത്തത് ഒളിഗോസൂസ്പെർമിയ എന്ന് പറയുന്ന കണ്ടീഷൻ ആകാം, മൂന്നാമത്തത് എത്തനോ സൂസ്പെർമിയ ആകാം, അല്ലെങ്കിൽ ഒളിഗോ എസ്തനോ സൂസ്പെർമിയ എന്ന കണ്ടീഷനും ആകാം. ഇതാണ് ഇൻഫെർട്ടിലിറ്റിക്ക് മെയിലുള്ള കാരണം എന്ന് പറയുന്നത്. അതിനകത്ത് എസൂസ്പെർമിയ നോക്കാം. നോർമൽ സ്പേമും എസൂസ്പെർമിയ എന്ന് പറയുന്ന കണ്ടീഷനും നമുക്ക് നോക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നോർമലായിട്ട് ഒരു വ്യക്തിയിൽ ഒരു പുരുഷനിൽ ഉണ്ടാകപ്പെടുന്ന സ്പേമിൻ്റെ അളവ് ലക്ഷക്കണക്കിന് സ്പേമുകളായിരിക്കും ഒരു തവണ രൂപപ്പെട്ടു വരിക. അപ്പോൾ ആ ലക്ഷക്കണക്കിന് സ്പേമുകൾക്ക് പകരം സ്പേമുകളുടെ എണ്ണം 4 5 അല്ലെങ്കിൽ വളരെ പരിമിതമായിട്ടിരിക്കുന്ന തീരെ കുറവായിട്ടിരിക്കുന്ന കണ്ടീഷനെയാണ് എസൂസ്പെർമിയ എന്ന് പറയാം. കുറവായിട്ടിരിക്കുന്നതോ പൂർണ്ണമായിട്ടും സെമിനൽ ഫ്ലൂയിഡിൽ സെമൻ അല്ലെങ്കിൽ സ്പേം ഉണ്ടാകാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണ് എസൂസ്പെർമിയ എന്ന് പറയുക. അല്ലെങ്കിൽ അതിനെ ഒളിഗോ സൂസ്പെർമിയ എന്ന് കൂടി പറയും. ലോ കൗണ്ട് ആണ് ഒളിഗോ സൂസ്പെർമിയ. രണ്ടാമത്തത് എസ്തനോ സൂസ്പെർമിയ എന്ന് പറയുന്ന കണ്ടീഷനാണ്. സ്പേമുകൾ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ മോട്ടിലിറ്റി കുറവായിരിക്കും. മോട്ടിലിറ്റി കുറവായ സ്പേമുള്ള വ്യക്തികളെയാണ് എസ്തനോ സൂസ്പെർമിയ എന്ന് പറയുക. ഇനി മൂന്നാമത് ഒരവസ്ഥ ഒളിഗോ എസ്തനോ സൂസ്പെർമിയ എന്ന് പറയുന്ന അവസ്ഥയാണ്. സ്പേമിൻ്റെ അളവും കുറവായിരിക്കും, സ്പേമിൻ്റെ മോട്ടിലിറ്റിയും കുറവാകുന്ന കണ്ടീഷനെയാണ് ഒളിഗോ എസ്തനോ സൂസ്പെർമിയ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ 4 പ്രധാനപ്പെട്ട 4 അവസ്ഥകളുള്ള സ്പേമുമായി ബന്ധപ്പെട്ട 4 അവസ്ഥകളുള്ള പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് ഇൻഫെർട്ടിലിറ്റിക്ക് ഇടയാക്കും. അപ്പോൾ അങ്ങനെ ഇൻഫെർട്ടിലിറ്റി പരിശോധിച്ചതിന് ശേഷം IVFൻ്റെ പോസിബിലിറ്റി നോക്കുകയാണ് ചെയ്യുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആൻറ്റിജൻ സ്പേം ആൻറ്റിബോഡി എന്ന് പറയുന്ന അവസ്ഥ. അതായത് ചില വ്യക്തികളിൽ there are special antibodies that fight against a man's sperm in blood, vaginal fluid or semen. ചില പുരുഷന്മാരിൽ സ്പേമിനെ നശിപ്പിക്കുന്ന ആൻറ്റിബോഡികൾ രൂപപ്പെടുകയും ഇങ്ങനെയുള്ള ആൻറ്റിബോഡികൾ രക്തത്തിലൂടെ കടന്ന് അല്ലെങ്കിൽ രക്തത്തിൽ വെച്ച് തന്നെ സ്പേമിനെ നശിപ്പിക്കുക അല്ലെങ്കിൽ സെമിനൽ വെസിക്കിളിൽ സ്പേം രൂപപ്പെടുന്ന സ്ഥലത്ത് വെച്ച് തന്നെ സ്പേമിനെ ആൻറ്റിജനായിട്ട് കണക്കാക്കിക്കൊണ്ട് നശിപ്പിക്കുന്ന ആൻറ്റിബോഡികളുണ്ട്. അതിനെയാണ് സ്പേം ആൻറ്റിബോഡികൾ എന്ന് പറയുക. ഇത്തരം ആൻറ്റിബോഡികൾ സെമിനൽ ഫ്ലൂയിഡിലൂടെ പുറത്തു വരികയും അത് വജൈനൽ ഫ്ലൂയിഡിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സെമനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സെമിനൽ ഫ്ലൂയിഡിൽ വെച്ചിട്ടോ സെമിനെ നശിപ്പിക്കുകയും അത് ഇൻഫെർട്ടിലിറ്റിക്ക് ഇടയാക്കുകയും ചെയ്യും. അപ്പം ഇത്തരം സാഹചര്യങ്ങൾ
പുരുഷന്മാരിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് IVF എന്ന ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കാൻ, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് IVF എന്ന ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. അതുമായി ബ്ലഡ് ടെസ്റ്റ് നടത്തി ഡയഗ്നോസിസ് ചെയ്യാൻ കഴിയും. ഡയഗ്നോസിസ് ഓഫ് ദ കോസസ് ഓഫ് മെയിൽ ഇൻഫെർട്ടിലിറ്റി may require blood test for the hormones, follicle stimulating hormone and testosterone. ബ്ലഡ് ടെസ്റ്റ് നടത്തി ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അതായത് ഫോളിക്കിളിൽ സ്പേമുകൾ രൂപപ്പെടാൻ ഇടയാക്കുന്ന ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയും അതുപോലെ പുരുഷ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റെറോണിൻ്റെ സാന്നിധ്യം കണ്ടെത്തി ഒരാൾ ഫെർട്ടൈലാണോ എന്ന് ബ്ലഡ് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാൻ കഴിയും. These play a role in the development and maturation of sperm. ഇങ്ങനെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെയും ടെസ്റ്റോസ്റ്റിറോണിൻ്റെയും സാന്നിധ്യം ഒരു പുരുഷനിൽ സ്പേം മെച്യൂർ ആവുന്നതിന് പ്രധാനപ്പെട്ട ആവശ്യം വേണ്ട ഹോർമോണുകൾ ആയതുകൊണ്ട് ഇതിൻ്റെ പരിശോധനയിലൂടെ ഇൻഫെർട്ടിലിറ്റി IVFൽ കണ്ടെത്താൻ കഴിയും. എ ക്രോമസോം അനാലിസിസ് ആൻഡ് അതർ ടെസ്റ്റ് മേ ബി കണ്ടക്ടഡ് ഇഫ് സ്പേം കൗണ്ട് ഈസ് വെരി ലോ ഓർ സീറോ. ഇനി ചില പേഷ്യൻസിൽ, അതായത് പുരുഷന്മാരിൽ കാരിയോടൈപ്പ് അനാലിസിസ് നടത്തി, അതായത് അവരുടെ ജനറ്റിക് അനാലിസിസ് നടത്തി, ക്രോമസോം അനാലിസിസ് നടത്തിയതിന് ശേഷം സ്പേമിൻ്റെ കൗണ്ട് എന്തുകൊണ്ടാണ് സീറോ ആയിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടോ എന്ന് കണ്ടെത്തി IVFൻ്റെ പോസിബിലിറ്റി അന്വേഷിക്കാൻ, അല്ലെങ്കിൽ IVFൻ്റെ പോസിബിലിറ്റിയെക്കുറിച്ച് പഠിക്കാറുണ്ട്, അല്ലെങ്കിൽ IVFൻ്റെ പോസിബിലിറ്റി നടത്താറുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു ജനറ്റിക്കായിട്ടുള്ള ഒരു പ്രശ്നമാണ്. പലപ്പോഴും സ്പേം ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ സ്പേമിൻ്റെ കൗണ്ട് കുറഞ്ഞിരിക്കുകയോ ചെയ്യുന്നത് ബ്ലഡ് ടെസ്റ്റിലൂടെ പരിശോധിക്കാൻ കഴിയും. ഇനി IVF പ്രോട്ടോകോൾ എന്താണെന്ന് നോക്കാം. IVF പ്രോട്ടോകോളിൽ വരുന്നത്, ഒരു IVF നടത്തേണ്ടുന്ന ദമ്പതിമാരെ കണ്ടെത്തിയതിനു ശേഷം അവർക്ക് IVF നടത്തേണ്ടുന്ന സാഹചര്യം ഏതാണെന്ന് കണ്ടെത്തുക, അതിന് ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ് വേണം എന്ന് തീരുമാനിക്കുക, അതിന് ഏതൊക്കെ മെഡിക്കേഷൻ വേണമെന്ന് തീരുമാനിക്കുക, എത്ര കാലയളവ് വേണ്ടി വരും, ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾ വേണ്ടി വരുന്നത് തുടങ്ങിയവ തീരുമാനിക്കുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ തുടങ്ങിയവ എല്ലാ കാര്യങ്ങളും അടങ്ങുന്നതാണ് IVF പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഡ്യൂറിങ് ആൻ IVF സൈക്കിൾ certain medications are used to super ovulate the ovaries in order to produce ന്യൂമറസ് എഗ്സ്. ഒരു IVFൽ അല്ലെങ്കിൽ IVF സൈക്കിളിൽ മരുന്ന് കൊടുത്തുകൊണ്ട് ഒന്നിലധികം ഓവറികളെ, അതായത് ഓവേറിയൻ ഫോളിക്കിളിൽ നിന്നും ഒന്നിലധികം ഓവം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഓവേറിയൻ ഫോളിക്കിളിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ കഴിവ് പരിശോധിച്ച് ഉറപ്പുവരുത്താറുണ്ട്. These medications may be given in a variety of combinations called protocols. ഇങ്ങനെ ഓവേറിയൻ പീരീഡിനെ മാനിപ്പുലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഓവേറിയൻ ഫോളിക്കിളിൽ നിന്നും ആവശ്യത്തിന് വേണ്ട ഓവം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടോ IVF എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് സാധ്യമാക്കുന്നതിന് വേണ്ടിയെടുക്കുന്ന എല്ലാ ചികിത്സാ മാർഗങ്ങളെയും IVF പ്രോട്ടോകോൾ എന്നാണ് പറയുക. ഇൻ കൺവെൻഷണൽ IVF, 2 types of protocols are commonly used, the long protocol and short protocol. കൺവെൻഷണൽ, സാധാരണ നമ്മുടെ നാട്ടിൽ നടത്തുന്ന IVF ട്രീറ്റ്മെൻറ്റിൽ 2 തരത്തിലുള്ള പ്രോട്ടോക്കോളുകളാണ് പിന്തുടരുന്നത്. ഒന്നാമത്തെ വിഭാഗം ലോങ് ടേം പ്രോട്ടോകോൾ എന്നും രണ്ടാമത്തത് ഷോർട്ട് പ്രോട്ടോകോൾ എന്നുമാണ് പറയുക. The drugs used in both protocols are the same. However, the dosage and the period administered are different. ഈ 2 പ്രോട്ടോക്കോളിലും, അതായത് 2 ട്രീറ്റ്മെൻറ്റ് പീരീഡിലും കൊടുക്കുന്ന മരുന്നുകൾ ഒരുപോലെ ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഡോസേജിൽ മാത്രമാണ് വ്യത്യാസം വരിക. The physician reviews the patient's records such as woman's age, response to medication and outcome of previous attempts and determines which protocol will be used for upcoming treatment cycle. സാധാരണഗതിയിൽ IVF നടത്തേണ്ടി വരുന്ന സ്ത്രീകളിൽ ഏത് പ്രോട്ടോക്കോളാണ് നടത്തേണ്ടുന്നത് എന്ന് ഫിസിഷ്യനാണ് തീരുമാനിക്കുക. പ്രധാനമായിട്ടും സ്ത്രീകളുടെ പ്രായം, റെസ്പോൺസ് ടു മെഡിക്കേഷൻ, അതായത് മരുന്നിനോടുള്ള പ്രതികരിക്കുന്ന ശരീരത്തിൻ്റെ രീതി, ആൻഡ് ഔട്ട്കം ഓഫ് പ്രീവിയസ് അറ്റംപ്റ്റ്സ്, മുൻപ് നടത്തിയിട്ടുള്ള IVFൻ്റെ ഔട്ട്കം, അതിൻ്റെ റിസൾട്ട് എന്നിവ പരിഗണിച്ചാണ്
ഒരു ദമ്പതിമാരിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഇങ്ങനെ ഏത് തരത്തിലുള്ള മെഡിക്കേഷൻ അല്ലെങ്കിൽ മെഡിസിനുകളാണ് പിന്തുടരേണ്ടതെന്ന് തീരുമാനിച്ച് IVFൻ്റെ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത്തരം ട്രീറ്റ്മെൻറ്റുകളെല്ലാം കൂടി പ്രീ ട്രീറ്റ്മെൻറ്റ് പീരീഡുകളും പൂർണ്ണമായിട്ടും IVF നടത്തി എത്ര കാലം ഏതൊക്കെ രീതിയിൽ അതിനെ കൊണ്ടുപോകണം എന്നുള്ള എല്ലാ നിയമവശങ്ങളും എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് IVF പ്രോട്ടോകോൾ എന്ന വിഭാഗത്തിൽ വരുന്നത്. അപ്പം ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ IVF എന്ന ഭാഗത്തിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ IVF എന്ന ട്രീറ്റ്മെൻറ്റ് ഏതൊക്കെ ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്, അതിന് ഏതൊക്കെ മാർഗങ്ങൾ അവലംബിക്കുന്നു, ലോകത്തിൽ എത്രത്തോളം അതിൻ്റെ സക്സസ്ഫുൾ റേറ്റുകളുണ്ട് തുടങ്ങിയ എൻ്റയർ ഡീറ്റെയിലുകൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യും. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. എല്ലാ സംശയങ്ങളും അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചോദിച്ച് ഉറപ്പുവരുത്തേണ്ടതാണെന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. താങ്ക് യു.